ബാബരി മസ്ജിദ് മുതൽ ഇങ്ങോട്ട് പള്ളി തകർക്കലിൻ്റെ വലിയൊരു ചരിത്രമുണ്ട് രാജ്യത്തിന്. ഒരിടത്ത് സംഘപരിവാർ അതിന് നേതൃത്വം നൽകുമ്പോൾ മറുവശത്ത് BJP ഭരണകൂടവും പോലീസുമാണ് പള്ളി പൊളിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, അവർക്ക് അധികാരമില്ലാത്ത ഇടങ്ങളിൽ പോലും മുകളിൽ നിന്നുള്ള ഇടപെടൽ കൊണ്ട് പള്ളികൾ തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആം ആദ്മിയാണ് ഭരിക്കുന്നതെങ്കിലും കേന്ദ്ര സർക്കാർ പോലീസിനെ നിയന്ത്രിക്കുന്ന ഡൽഹിയാണ് ഇതിൽ പ്രധാനം. അത്തരമൊരു തകർക്കലിനാണ് ചൊവ്വാഴ്ചയും ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ഹിന്ദുത്വ നേതാവ് പ്രീത് സിരോഹിയുടെ പരാതിയെ തുടർന്നാണ് ഡൽഹി മംഗോൾപുരി മേഖലയിലെ പള്ളി പോലീസ് എത്തി തകർത്തത്. നിയമവിരുദ്ധ നിർമ്മിതിയാണെന്ന് ആരോപിച്ചായിരുന്നു നടപടി. പുലർച്ചെ കനത്ത പോലീസ് സന്നാഹത്തോടെ എത്തി പള്ളി പൊളിച്ചതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വരികയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ, അർദ്ധസൈനിക വിഭാഗം എന്നിവരുടെ അകമ്പടിയിലാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ മംഗോൾപുരി വൈ ബ്ലോക്കിൽ രാവിലെ പള്ളി പൊളിക്കാനെത്തിയത്. 6 മണിയോടെ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ തടിച്ചുകൂടുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. പള്ളിയുടെ ചില ചുമരുകൾ പൊളിച്ച ശേഷം പ്രവൃത്തി താൽക്കാലികമായി നിർത്തിയെന്നും കരുത്തേറിയ ഭാഗങ്ങൾ പൊളിക്കാൻ കൂടുതൽ ശക്തമായ യന്ത്രങ്ങൾ വേണമെന്നും DYSP വ്യക്തമാക്കി. ഇതാദ്യമായല്ല ഹിന്ദുത്വ നേതാവ് പ്രീത് സിരോഹി പള്ളികൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നതും പൊളിക്കുന്നതും. നേരത്തെ ഇയാളുടെ പരാതിയിൽ ബവാന മേഖലയിലെ പള്ളി പൊളിച്ചിരുന്നു. ബവാന ടൗണിലെ ചരിത്രപ്രസിദ്ധമായ ജന്നാത്തുൽ ഫിർദൗസ് മസ്ജിദാണ് ബുൾഡോസർ ഉപയോഗിച്ച് അധികൃതർ തകർത്തു തരിപ്പണമാക്കിയത്. അനധികൃത നിർമ്മാണവും ഭൂമി കയ്യേറ്റവും ആരോപിച്ചായിരുന്നു നടപടി. എന്നാൽ കയ്യേറ്റ ആരോപണം നിഷേധിച്ച പ്രദേശവാസികൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചരിത്രപ്രസിദ്ധമായ പള്ളിയാണ് ഇതെന്നും ചൂണ്ടിക്കാട്ടി. മുൻകൂർ അറിയിപ്പില്ലാതെയാണ് അധികൃതർ പള്ളി തകർത്തതെന്ന് മസ്ജിദ് പരിപാലകരും പറഞ്ഞു. തകർക്കലിന് തൊട്ടു പിന്നാലെ മസ്ജിദിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പ്രീത് സിരോഹി ഇനിയും പള്ളികൾക്കെതിരായ നീക്കം തുടരുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ഇവിടുത്തെ പ്രധാന മത സാംസ്കാരിക അടയാളമായിരുന്നു. നിരവധി സഞ്ചാരികളെ ആകർഷിക്കപ്പെടുന്ന പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായിരുന്നു ഇത്. ഈ വർഷം ജനുവരിയിൽ ഡൽഹിയിലെ 600 വർഷം പഴക്കമുള്ള പള്ളിയും അധികൃതർ പൊളിച്ചിരുന്നു. സൗത്ത് ഡൽഹി ജില്ലയിലെ മെഹ്റോളി ഭാഗത്തുള്ള അഖുഞ്ചി പള്ളിയും ദർഗയും മദ്രസയുമാണ് ജനുവരി 30 പോലീസ് പിന്തുണയോടെ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അധികൃതർ പുലർച്ചെ 5:30നും 6:00നും പൊളിച്ചത്. പ്രഭാത നമസ്കാരത്തിന് വിശ്വാസികൾ വരുന്നതിന് മുമ്പ് മസ്ജിദ് പൊളിക്കുകയും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയുമായിരുന്നു. ഇമാമിനെ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം മറ്റുള്ളവരുമായി ബന്ധപ്പെടാതിരിക്കാൻ ഫോൺ തട്ടിയെടുക്കുകയും വിശ്വാസികളെ തടയാൻ പോലീസ് പ്രദേശത്ത് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സുബഹി ബാങ്കിന് മുമ്പ് തന്നെ പള്ളി പൂർണ്ണമായി പൊളിച്ചെന്നും ജനങ്ങൾ കാണും മുമ്പ് അവശിഷ്ടങ്ങൾ നീക്കിയെന്നും ഇമാം സാക്കിർ ഹുസൈൻ പറഞ്ഞിരുന്നു. മസ്ജിദിൽ പ്രവേശിക്കാനോ ഖുർആൻ എടുക്കാൻ പോലുമോ അധികൃതർ അനുവദിച്ചില്ല. പള്ളിയോട് ചേർന്നുള്ള മദ്രസയും അധികൃതർ പൊളിച്ചെന്നും 22 വിദ്യാർത്ഥികളുടെ ഭക്ഷണവും വസ്ത്രവും അവിടെയുണ്ടായിരുന്നുവെന്നും ഇമാം വ്യക്തമാക്കിയിരുന്നു. അനധികൃത നടപടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള ഉത്തരവുണ്ടായിരുന്നു എന്നാണ് DDA അധികൃതരുടെ മറുപടി. പള്ളികൾക്കെതിരെ ഹിന്ദുത്വ നേതാക്കളുടെ ഭീഷണികളും പരാതികളും അതിനനുസരിച്ചുള്ള അധികാരികളുടെ നീക്കവും തുടരുമ്പോൾ ഇനിയും എത്ര പള്ളികളിലേക്ക് ബുൾഡോസറുകൾ നീങ്ങുമെന്ന് കണ്ടറിയണം.